ഹായ് ഹലോ, ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മത്തി ഒന്ന് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പത്തനംതിട്ട നിന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോഴത്തേനും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലോണം അരിഞ്ഞ് അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് ആ അരപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം മൂത്ത് വറ്റി ഒന്ന് കുറുകിയതാ ഇതുപോലെ വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മുളക് പൊടി, കുറച്ച് കുരുമുളക് ഓപ്ഷണലാണ്, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ വാളംപുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാളംപുളിക്ക് പകരം കുടംപുളിയാണ് ഞാൻ എൻ്റെ കയ്യിൽ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് വാളംപുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചാറിയ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിളപ്പിക്കുക. നല്ലോണം തിളപ്പിച്ച ശേഷം ഉപ്പും നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മൂടി വെച്ച് തിളപ്പിച്ച് നന്നൊന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് യൂസ് ചെയ്യാം. അന്ന് യൂസ് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ പിറ്റേ ദിവസം യൂസ് ചെയ്യാനാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെ ഇത് പോവും. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.